ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എങ്ങനെ ഫേസ്ബുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. അതിനായി നിങ്ങൾ ആദ്യം ഫേസ്ബുക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. അതിനായി നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കയറണം. പ്ലേ സ്റ്റോറിൽ കയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് സെർച്ച് ബാർ കാണാൻ സാധിക്കും. ആ സെർച്ച് ബാറിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ആ സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കും. പിന്നെ നിങ്ങൾ ഇവിടെ ഫേസ്ബുക്ക് എന്ന് ടൈപ്പ് ചെയ്യണം. പിന്നെ നിങ്ങൾ സെർച്ച് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഫേസ്ബുക്ക് ആപ്പ് കാണാൻ സാധിക്കും. നിങ്ങൾ ഫേസ്ബുക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കുറേ ഓപ്ഷനൊക്കെ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് ക്രിയേറ്റ് ന്യൂ ഫേസ്ബുക്ക് അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ക്രിയേറ്റ് ന്യൂ ഫേസ്ബുക്ക് അക്കൗണ്ട് എന്നൊരു ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജോയിൻ ഫേസ്ബുക്ക് എന്ന്. അതിൻ്റെ താഴെ നിങ്ങൾക്ക് നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ നെക്സ്റ്റ് എന്നൊരു ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വാട്ട്സ് യുവർ നെയിം എന്ന്. പിന്നെ നിങ്ങൾക്കവിടെ ഫസ്റ്റ് നെയിം എന്ന് കാണാൻ സാധിക്കും. ആ ഫസ്റ്റ് നെയിമിൻ്റെ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾ നിങ്ങളുടെ പേരിൻ്റെ ഫസ്റ്റ് നെയിം അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഞാനവിടെ എൻ്റെ ഫസ്റ്റ് നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നിങ്ങൾക്കവിടെ കാണാൻ സാധിക്കും ലാസ്റ്റ് നെയിം എന്ന്. ആ ലാസ്റ്റ് നെയിമിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പേരിൻ്റെ ലാസ്റ്റ് നെയിം അവിടെ ടൈപ്പ് ചെയ്യണം. നിങ്ങൾ ഫസ്റ്റ് നെയിമും പിന്നെ ലാസ്റ്റ് നെയിമും ഒക്കെ ടൈപ്പ് ചെയ്ത പിന്നെ നിങ്ങൾക്കവിടെ താഴെ നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ നെക്സ്റ്റ് എന്നൊരു ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വാട്ട്സ് യുവർ ബർത്ത്ഡേ എന്ന് വെച്ചാൽ നിങ്ങളുടെ ബർത്ത്ഡേ എപ്പോഴാണെന്ന് ഇവിടെ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ ബർത്ത്ഡേ എപ്പോഴാണെന്ന് ഇവിടെ സെറ്റ് ചെയ്ത പിന്നെ നിങ്ങൾക്കവിടെ മുമ്പ് കണ്ട പോലെ തന്നെ നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ നെക്സ്റ്റ് എന്നൊരു ഓപ്ഷനിൽ നിങ്ങൾ പിന്നെയും ക്ലിക്ക് ചെയ്യണം. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വാട്ട്സ് യുവർ ജെൻഡർ എന്ന് വെച്ചാൽ നിങ്ങൾ ഫീമെയിൽ ആണോ അല്ലെങ്കിൽ മെയിൽ ആണോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. നിങ്ങൾ ഫീമെയിൽ ആണെങ്കിൽ ഇവിടെ ഫീമെയിലിൽ ക്ലിക്ക് ചെയ്യണം. മെയിൽ ആണെങ്കിൽ മെയിലിൽ ക്ലിക്ക് ചെയ്യണം. കസ്റ്റം ആണെങ്കിൽ കസ്റ്റമിൽ ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ ഞാനിവിടെ മെയിലിൽ ക്ലിക്ക് ചെയ്യുകയാണ്. മെയിലിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കവിടെ നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ നെക്സ്റ്റ് എന്നൊരു ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റർ യുവർ മൊബൈൽ നമ്പർ എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. മൊബൈൽ നമ്പർ ആഡ് ചെയ്യാനായി നിങ്ങൾക്കവിടെ മൊബൈൽ നമ്പർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് മൊബൈൽ നമ്പർ ആഡ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് മൊബൈൽ നമ്പർ ആഡ് ചെയ്യേണ്ട എങ്കിൽ നിങ്ങൾക്കവിടെ കാണാൻ സാധിക്കും സൈൻ അപ്പ് വിത്ത് ഇമെയിൽ അവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് ഇമെയിലും ആഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ നിങ്ങൾ മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ ഇമെയിൽ ആഡ് ചെയ്ത് നിങ്ങൾക്ക് അവിടെ നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ നെക്സ്റ്റ് എന്നൊരു ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ആ നെക്സ്റ്റ് എന്നൊരു ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചൂസ് എ പാസ്വേഡ് എന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിനായി നിങ്ങൾ ഇവിടെ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. പാസ്വേഡൊക്കെ നിങ്ങൾ ടൈപ്പ് ചെയ്ത പിന്നെ നിങ്ങൾക്കവിടെ നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ നെക്സ്റ്റ് എന്നൊരു ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും അവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആഡ് യുവർ ഇമെയിൽ എന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഇമെയിൽ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഇമെയിൽ ആഡ് ചെയ്യേണ്ട എങ്കിൽ നിങ്ങൾക്കവിടെ സ്കിപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് ഫിനിഷ് സൈനിങ് അപ്പ് എന്ന് കാണാൻ സാധിക്കും. അതിൻ്റെ താഴെ നിങ്ങൾക്ക് സൈൻ അപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ക്രിയേറ്റിംഗ് യുവർ അക്കൗണ്ട് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ആവുന്നുണ്ടെന്നർത്ഥം. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കും. പിന്നെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ഇവിടെ സൈനിങ് ഇൻ എന്ന് കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ നിന്ന് സൈനിങ് ഇൻ കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നെക്സ്റ്റ് ടൈം ലോഗിൻ വിത്ത് വൺ ടാപ്പ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് സേവ് ചെയ്യണോ വേണ്ടേ എന്ന് കാണിക്കും. സേവ് ചെയ്യേണ്ട എങ്കിൽ നിങ്ങൾ അവിടെ നോട്ട് നൗവിൽ ക്ലിക്ക് ചെയ്യണം. സേവ് ചെയ്യണമെങ്കിൽ സേവ് പാസ്വേഡിൽ ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ ഞാനിവിടെ നോട്ട് നൗവിൽ ക്ലിക്ക് ചെയ്യുകയാണ്. നോട്ട് നൗ എന്നൊരു ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ നമ്പറും പിന്നെ പാസ്വേഡും കാണിക്കും.
അവിടെ നിങ്ങൾക്ക് ഓക്കെ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആഡ് എ പ്രൊഫൈൽ പിക്ചർ എന്ന്. ഇവിടെ നിങ്ങൾക്ക് പ്രൊഫൈൽ പിക്ചർ വേണമെങ്കിൽ ആഡ് ചെയ്യാൻ സാധിക്കും, വേണ്ട എങ്കിൽ സ്കിപ്പ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ സൈഡിൽ സ്കിപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് കാണാൻ സാധിക്കും. പിന്നെ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും യുവർ കോൺടാക്ട്സ് ആർ സിങ്കിങ് എന്ന്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ കോൺടാക്ട്സ് എല്ലാം സിങ്ക് ആവണമെങ്കിൽ സിങ്ക് ആവാൻ ഇവിടെ നിങ്ങൾക്ക് വെക്കാം. ഇല്ലെങ്കിൽ സിങ്ക് ആവണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് സ്കിപ്പ് ചെയ്യാൻ സാധിക്കും. അതിനായി നിങ്ങൾ അവിടെ കാണുന്ന സ്കിപ്പിൽ ക്ലിക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സേവ് യുവർ ലോഗിൻ ഇൻഫോ എന്ന് വെച്ചാൽ നിങ്ങൾ മുമ്പ് ചെയ്ത പോലെ തന്നെ നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൻ്റെ പാസ്വേഡ് സേവ് ചെയ്യണോ വേണ്ടേ എന്നർത്ഥം. സേവ് ചെയ്യണമെങ്കിൽ നിങ്ങളവിടെ ഓക്കെയിൽ ക്ലിക്ക് ചെയ്യണം. സേവ് ചെയ്യേണ്ട എങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് നോട്ട് നൗവിൽ ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ ഞാനിവിടെ ഓക്കെയിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഓക്കെയിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അലോ ഫേസ്ബുക്ക് ടു ആക്സസ് യുവർ ലൊക്കേഷൻ എന്ന്. ഇവിടെ നിങ്ങൾക്ക് അലോ വേണമെങ്കിൽ അലോ കൊടുക്കാൻ സാധിക്കും, ഡിനേ വേണമെങ്കിൽ ഡിനേ കൊടുക്കാൻ സാധിക്കും. ഇവിടെ ഞാനിപ്പോൾ ഡിനേ കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നിങ്ങൾക്കും നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക.